ലോക് ഭവനിൽ നഗരസഭാ കൗൺസിലർമാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അല്പസമയത്തിനകം യോഗം ആരംഭിക്കും. യോഗത്തിൽ പങ്കെടുക്കാനായി കൗൺസിലർമാർ ലോക് ഭവനിൽ എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, വളരെ അത്യപൂർവമായ ഒരു നടപടി, ഒരു യോഗമാണ് ലോക് ഭവനിൽ ചേരുന്നത്. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർമാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഗവർണർ. വിവരങ്ങൾ. പ്രശാന്ത്, അവിടെ യോഗം തുടങ്ങാറായോ? കൗൺസിലർമാരൊക്കെ എത്തിത്തുടങ്ങിയോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ലോക് ഭവനിൽ നിന്നുള്ള സമയത്തിനുള്ളിൽ ഗവർണർ വിളിച്ചു ചേർത്ത യോഗം ആരംഭിക്കും. ഇപ്പോൾ നീലിമ, അല്പസമയത്തിനുള്ളിൽ ഗവർണർ വിളിച്ചു ചേർത്ത യോഗം ആരംഭിക്കും. ഇപ്പോൾ മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെയുള്ളവർ ലോക് ഭവനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് കൗൺസിലർമാരും ലോക് ഭവന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോക് ഭവനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3:30-ക്കാണ് ഈ യോഗം പറഞ്ഞിരിക്കുന്നത്. കൗൺസിലർമാർ, അതായത് തിരുവനന്തപുരം നഗരസഭയിലെ 100 കൗൺസിലർമാരുമായി ആണ് ഗവർണറുടെ യോഗം വിളിച്ചിരിക്കുന്നത്. 100 പേരുമായും ഗവർണർ സംവദിക്കും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ വികസന കാര്യങ്ങളടക്കം ചർച്ച ചെയ്യുകയാണ് ഈ യോഗത്തിൻ്റെ ലക്ഷ്യം. ഇത് ആദ്യമായാണ് ഒരു ഗവർണർ ഈ നഗരസഭയിലെ എല്ലാ മേയർമാരെയും എല്ലാ കൗൺസിലർമാരെയും യോഗത്തിൽ വിളിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ യോഗം ആരംഭിക്കും. പ്രത്യേക സ്ഥലത്ത് ആണ് യോഗം ചേരുക. എല്ലാ കൗൺസിലർമാരുമായും ഗവർണർ സംസാരിക്കുകയും ഓരോ ഈ നഗരത്തിലെ തന്നെ വികസന കാര്യങ്ങളടക്കമുള്ളവ ഓരോ വിഷയങ്ങളും ഗവർണർ ചർച്ച ചെയ്യും. അതിനുശേഷം ഒരു ചായ സൽക്കാരവുമുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ഗവർണറുടെ യോഗ നടപടികൾ കഴിഞ്ഞ് മടക്കമുണ്ടാക്കുക. 3:30-ക്ക് ആരംഭിച്ച് 5:30 മണിവരെയാണ് ഈ യോഗത്തിൻ്റെ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കൗൺസിലർമാരും പല വാർഡുകളിൽ നിന്നായിട്ടുള്ള തിരുവനന്തപുരത്തെ നഗരസഭയിലെ പല വാർഡുകളിൽ നിന്നുള്ള പ്രശാന്ത്, ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, പ്രതിപക്ഷ കൗൺസിലർമാരും പങ്കെടുക്കുന്നുണ്ടോ ഈ യോഗത്തിൽ? അവർ എത്തി തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായും നീലിമ, പ്രതിപക്ഷ കൗൺസിലർമാരും പങ്കെടുക്കുന്നുണ്ട്. അത് തന്നെയാണ്, എല്ലാവരും ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് UDF-ൻ്റെ ആയാലും ശരി, LDF-ൻ്റെ ആയാലും ശരി, കൗൺസിലർമാരും ലോക്സഭയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തരും എത്തുന്നത് നമുക്ക് കാണാനും കഴിയുമായിരുന്നു. അങ്ങനെ എല്ലാവരും, നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം, അങ്ങനെ ആരും വിട്ടുനിൽക്കാൻ താല്പര്യപ്പെടുത്തില്ല എന്നാണ്. ഗവർണർ വിളിച്ചു ചേർത്ത യോഗമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ശേഷം ആദ്യം നടക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഗവർണർ വിളിച്ചു കൂട്ടിയ ഒരു യോഗമാണ്. ആ യോഗത്തിലേക്ക് യോഗം ബഹിഷ്കരിക്കുന്നില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കൗൺസിലർമാരും യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും എത്തുന്നത്. വാഹനങ്ങളിൽ, സ്വന്തം വാഹനങ്ങളിലും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷകളിലുമായെല്ലാം കൗൺസിലർമാർ ഓരോരുത്തരും ഇവിടേക്ക് ലോക് ഭവന് മുന്നിലേക്ക് എത്തുകയാണ്. അതിനുശേഷം ഉള്ളിൽ പ്രവേശിക്കുകയും ചെയ്യും. അല്പസമയത്തിനുള്ളിൽ, അതായത് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 3:30 മണിയായിരുന്നു. 3:30 മണിയോടുകൂടി തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓരോ കൗൺസിലർമാരും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ കൗൺസിലർമാർ, 100 കൗൺസിലർമാരുമായിട്ടുള്ള ഗവർണറുമായുള്ള ഈ യോഗം ആരംഭിക്കും. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അത്യപൂർവമായ ഒരു യോഗമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക് ഭവനിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരെയും അദ്ദേഹം യോഗത്തിന് വിളിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ വികസന വിഷയം തന്നെയാണ് പ്രത്യേക അജണ്ടയായി ഗവർണർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രശാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.